തർക്കം ഞങ്ങളല്ല, തർക്കം CPM-കാരാണ് തർക്കിക്കുന്നത്. ഞങ്ങളൊരു ആവശ്യം ഉന്നയിച്ചു, ആവശ്യം പാർട്ടി ഉന്നയിച്ചാണ്, മറുപടി പറയേണ്ടത് ആ പാർട്ടിയാണ്. ആ പാർട്ടി മറുപടി പറഞ്ഞാൽ ഞങ്ങൾ ഗൗരവമായി പരിശോധിക്കും. പാർട്ടി നിശബ്ദമാണ്. CPM എന്ന് പറയുന്ന പാർട്ടി CPI ഉന്നയിച്ച ഈ ഉപനേതാവ് എന്ന് പറയുന്ന വിഷയത്തിൽ CPM പാർട്ടി അർത്ഥഗർഭമായ മൗനത്തിലാണ്. അതവര് പറയട്ടെ, പറയുമ്പോൾ ഞങ്ങൾ പരിശോധിക്കാം. ഒരു തലത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ അടക്കമുള്ളവർ ഏകപക്ഷീയം ഒരു നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇതൊരു ഘട്ടത്തിൽ CPM-ഉം ഇതേ ഒരു സ്റ്റാൻഡ് തന്നെ നിന്ന് കഴിഞ്ഞാൽ CPI ഏത് തരത്തിലുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുക? അതെന്താ പറയുന്നത്, അതൊരു പ്രവചനം ഒന്നും നടത്താൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. CPI-യോട് അങ്ങനെ ഒരു നിലപാട് എടുത്തത് ശരിയാണോ എന്ന് അവരുടെ പോളിറ്റ് ബ്യൂറോ വരെ പരിശോധിക്കുമെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കീഴ്വഴക്കം ഇതല്ല എന്നുള്ളതാണ്. കീഴ്വഴക്കങ്ങൾ മാറണമല്ലോ. കീഴ്വഴക്കം മാറിയല്ലേ ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നത്. അപ്പോൾ കീഴ്വഴക്കമാണെങ്കിൽ പഴയ മന്ത്രിസഭയെ പഴയ മുഖ്യമന്ത്രി മതിയല്ല. കീഴ്വഴക്കം അതല്ലേ. കീഴ്വഴക്കം ജനങ്ങൾ അംഗീകരിക്കില്ല. മാറ്റമാണ്. കമ്മ്യൂണിസം മാർക്സിസം എന്നുള്ളത് മാറ്റമാണ്, എപ്പോഴും മാറ്റമാണ്. മാറ്റം ഉള്ളതെന്നുള്ളതാണ് ശാശ്വതമായിട്ടുള്ളത്. എല്ലാം മാറും. ഗവൺമെന്റ് മാറും, ജനങ്ങൾ മാറും, നയങ്ങൾ മാറും, പരിപാടികൾ മാറും, നേതാക്കന്മാർ മാറും, എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ സ്ഥായിയായിട്ട് ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ അത് താത്വികമായി ശരിയല്ല. അതുകൊണ്ടാണ് ഞങ്ങളൊരു മാറ്റം, ഒരു LDF-ന് 1, 2, 3 മുഖങ്ങൾ വരട്ടെ, ജനങ്ങൾ അതെല്ലാം കാണട്ടെ. അതിനെന്താ ഇത്ര അസഹിഷ്ണുത? അതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. CPM ഇപ്പം നേരിടുന്നത് ഒരു അഭിപ്രായം വന്നാൽ അത് സഹിഷ്ണുതയോടുകൂടി കേട്ട് അതിന് യുക്തഭദ്രമായ മറുപടി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പറയാൻ അവിടെ ആളുകളില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ VS അച്യുതാനന്ദൻ LDF-ന്റെ കൺവീനറായിരുന്ന കാലം മുതൽ ഞാൻ LDF-ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരു വലിയ വിശാലമായ കമ്മ്യൂണിസ്റ്റുകാരാണ്. അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ്. അദ്ദേഹം സ്വകാര്യമായി എന്നോട് പലപ്പോഴും പറയുന്നത്, എന്തിനാ ദിവാകരൻ, നമ്മുടെ പാവപ്പെട്ട പാർട്ടിക്കാരെ, അവർ ചെറിയ പാർട്ടിയാണ്, എന്നാലും അവരൊരു പാർട്ടിയല്ലേ, അവരെ ബഹുമാനിക്കണ്ടേ, അവർക്കൊരു അംഗീകാരം കൊടുക്കണ്ടേ, അങ്ങനെ വേണം നമ്മൾ LDF കൊണ്ടുപോകാൻ എന്നോട് പറയാം എപ്പോഴും. അങ്ങനെയാണോ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്? VS അച്യുതാനന്ദന്റെ ശൈലിയാണോ? ഞാൻ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. VS അച്യുതാനന്ദന്റെ ശൈലിയാണോ ഇപ്പോൾ LDF-ൽ CPM സ്വീകരിക്കുന്നത്? VS അച്യുതാനന്ദന്റെ കാലത്ത് ഒരപശബ്ദം ഉണ്ടായിട്ടുണ്ടോ LDF-ൽ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. അദ്ദേഹം സമ്മതിക്കില്ല. അത് പോയിട്ട് സൗകര്യമുള്ളൊരുന്നാൽ മതി, ഇല്ലാത്തവർ പോവാം. ഞങ്ങളാണ് ഈ വലിയ പാർട്ടിയാണ്, 5000 വോട്ട് പോലും കിട്ടാത്ത പാർട്ടിയാണ് CPI. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനാ എത്ര പെറ്റിയാണ് അതൊക്കെ? പ്രത്യയശാസ്ത്രപരമായി ഒരേ ആശയത്തിൽ അടിയുറച്ചു നിൽക്കുന്നു, ഒരേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നു. അങ്ങനെയുള്ള ഒരു പാർട്ടി ശത്രുക്കളാളപ്പുറം രീതിയിൽ ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മണ്ഡലത്തിൽ 2 ലക്ഷം വോട്ടുണ്ടെങ്കിൽ അവിടെ 5000 വോട്ട് പോലും പിടിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് CPI എന്ന് പരസ്യമായിട്ട് CPM-ന്റെ നേതാക്കൾ പറയുകയാണ്. അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം അല്ലാതെ അതിന് മറുപടിയൊന്നുമില്ല. ഇവരെങ്ങനെയാണ് വന്നത്? ഇവരെവിടെന്നാ വന്നത്? എങ്ങനെയാ വന്നത്? ഇവര് അടക്കി 34 കൊല്ലം ഭരിച്ച സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഒരു കൊടി പോലും ഇല്ലാത്ത ആളുകൾ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല. ഒരു കൊടിയില്ല, പൊടിയില്ല അവിടെ. അപ്പോൾ ഇതൊക്കെ അഹങ്കാരത്തിന്റെയും ഒരു രാഷ്ട്രീയ അജ്ഞതയുടെ, അറിവില്ലായ്മയുടെ എല്ലാ വാക്കുകളാണ്. എതിരാളിയെ തോപ്പിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടൊക്കെ പറയാം. ഇയാൾക്ക് 10 വോട്ട് പോലും ഇല്ലാത്ത നാട്ടുമ്പുറത്തെ ആളുകളൊക്കെ ഈ കവല വർത്തമാനം പറയല്ലേ, നിനക്കെതിരെ പാർട്ടിയുടെ, നിനക്ക് 10 വോട്ട് പോലും ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെയാണ്
വലിയ മഹത്തായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ സംസാരിക്കാൻ ഇതിന് നിലവില് ജനങ്ങൾ വിലയിരുത്തുന്നത് ഒരു ഏകാധിപത്യ സ്വഭാവം സിപിഎമ്മിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട്, അത് കീഴ്ഘടകങ്ങളിലെ പല നേതാക്കൾക്കുമുണ്ട്. അതിപ്പോൾ തുടർന്നു വരുന്നുണ്ട്. ഈ 10 വർഷക്കാലത്തെ വിലയിരുത്തിയപ്പോഴും ജനങ്ങൾ അതൊക്കെയാണ് നോക്കിക്കണ്ടത്. ഇപ്പോൾ നേരത്തെ സഖാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിൽ പോയി ചോദിച്ചോ, വീട്ടിൽ പോയി കടക്ക് പുറത്ത്, ഇങ്ങനെയുള്ള പരാമർശങ്ങൾ പല പുതിയ നേതാക്കളും അത് പിന്തുടരുകയാണ്. അപ്പോൾ ഞാനത് നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു, ഇത്രയും ദിവസങ്ങൾ നടന്നു, പല റിപ്പോർട്ടുകൾ, റിവ്യൂ കമ്മിറ്റികളൊക്കെ കൂടി. ഇതിൽ നിന്നും ഈ മുന്നണിയിലെ ഒരു ഘടകം എന്ന നിലയിൽ സിപിഐ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ കണക്കാക്കുന്നത്? അല്ല, തെരഞ്ഞെടുപ്പിലെ പരാജയം എന്നുള്ളത് ഈ സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ 10 വർഷത്തെ സർക്കാർ അവസാനത്തെ 1-2 വർഷം വഴിതെറ്റിയതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഒരുപാട് കാര്യങ്ങൾ LDF ചെയ്തു. LDFന്റെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ജനങ്ങൾ ആവേശഭരിതരായിരുന്നു. വീണ്ടും വരണം എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവസാന റൗണ്ടിൽ ചില പ്രസ്താവനകളും ചില നിലപാടുകളും ചില സമീപനങ്ങളുമെല്ലാം ജനങ്ങളുടെ താൽപര്യത്തെക്കാൾ വേറെ ചില താൽപര്യങ്ങൾ ആണ് ഈ ഗവൺമെന്റ് സംരക്ഷിക്കുന്നതെന്ന് ജനങ്ങൾക്ക് തോന്നി. പ്രത്യേകിച്ച് വ്യക്തിപരമായി തന്നെ ചില ആളുകളുടെ സ്വകാര്യ സമ്പത്ത് വർദ്ധിപ്പിക്കുക, ചില പ്രത്യേക കമ്പനികളെ സഹായിക്കുക, ഒരു വ്യതിയാനം, ഒരു വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് പോകുന്നുണ്ടോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ടായി. അത് ഒരിക്കലും ജനങ്ങളത് അംഗീകരിക്കില്ല, കേരളത്തിലെ ജനങ്ങൾ. അതിന് അവർ തൽക്കാലം ഒരു ഷോക്ക് ട്രീറ്റ്മെന്റാണ് ഞങ്ങൾക്ക് തന്നത്. ഞാനടക്കുന്ന പാർട്ടിക്ക് തന്നത് ഷോക്ക് ട്രീറ്റ്മെന്റാണ്. നോ, നിങ്ങൾ ഇങ്ങനെ പോകരുത്, നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ സമയം തരാം, കുറച്ചത് മാറിയില്ല. അത് സഹിഷ്ണുതയോടുകൂടി അത് സ്വാഗതം ചെയ്ത് നിൽക്കുകയും ജനങ്ങളുടെ പുറത്ത് കയറാൻ പോകരുത്. ജനങ്ങളാണ് എല്ലാം. ജനങ്ങളില്ലെങ്കിൽ ഒന്നുമില്ല, ഒരു പാർട്ടിയില്ല, ഒരു കാര്യമില്ല. ഈ പാർട്ടിക്കുണ്ടാകുന്ന സമ്പത്ത്, പാർട്ടിക്കുണ്ടാകുന്ന സൗകര്യങ്ങൾ, ഇതെല്ലാം ജനങ്ങളുടെ ചില്ലിക്കാശാണ്. അല്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ എനിക്ക് അതിനോടൊന്നും യോജിപ്പൊന്നുമില്ല. അത് ഇപ്പോ വരുന്ന ദിവസങ്ങളിൽ സിപിഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കൂടുകയാണ്. അവിടെയും എന്തായാലും ഈ ഉപനേതാവ് സ്ഥാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും അല്ലേ? ഇല്ല, അവിടെ ചർച്ച ചെയ്യാണ്ട് വരുമെന്ന് ദീർഘകാലം ഞാൻ നാഷണൽ സെക്രട്ടേറിയറ്റിൽ എക്സിക്യൂട്ടീവിലൊക്കെ ഇരുന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെ അങ്ങനെ വലിയ ചർച്ചയ്ക്ക് വഴിയില്ല. അവര് പറയും നിങ്ങൾ ചർച്ച ചെയ്യുക, സ്റ്റേറ്റുമായിട്ട് ചർച്ച ചെയ്യുക, നിങ്ങൾ അവിടുത്തെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുക, നിങ്ങൾ ചർച്ച ചെയ്താൽ തീരാത്ത വല്ല വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾ അവസാനം നോക്കാം എന്ന് മാത്രമാണ് തൽക്കാലം പറയാൻ പോണത്. ഏതായാലും ഈ ഉപനേതാവ് സ്ഥാനം ആ ഒരു നിലപാടിൽ സിപിഐ പിന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ്. അല്ല, നിലപാട് എങ്ങനെ പിന്നോട്ട് പോകണമെന്ന് സാഹചര്യങ്ങൾ പോലെ ഇരിക്കും. CPMന്റെ അഭിപ്രായം മാറിയട്ടെ.